ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ നോർവേയെ തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഫ്രാൻസ് 1-4 ഗോളിനാണ് ഫ്രാൻസിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ സെനഗൽ എതിരില്ലാത്ത 5 ഗോളിന് തോൽപ്പിച്ചു. ഗ്രൂപ്പിൽ ഒന്നാമതെത്താനുള്ള സുവർണാവസരം ഉണ്ടായിരുന്നിട്ടും മത്സരത്തിന് മുമ്പേ ഏവരെ ഞെട്ടിച്ചാണ് നോർവേ എത്തിയത്. ഹാലൻഡ് അടക്കം പ്രധാന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ച നോർവേ ബി ടീമുമായാണ് ഫ്രാൻസിനെ നേരിട്ടത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ ഫ്രാൻസ് നോർവേ ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറി. എംബപ്പയുടെ ഷോട്ട് മിസ്സായെങ്കിലും 7-ാം മിനിറ്റിൽ ഡെമ്പല്ലെ ലക്ഷ്യം കണ്ടു. പിന്നാലെ വീണ്ടും വലകുലുക്കിയ ഡെമ്പല്ലെ 32-ാം മിനിറ്റിൽ ഹാട്രിക്കും തികച്ചു. ഈ ലോകകപ്പിലെ 3ാമത്തെ ഹാട്രിക്. 2 ഗോളിന് വഴിയൊരുക്കിയത് കിലിയൻ എംബപ്പെ. ബി ടീമായിട്ട് ഇറങ്ങിയിട്ടും നോർവേ പുറത്തെടുത്തത് മികച്ച പ്രകടനം. 21-ാം മിനിറ്റിൽ ഗോൾ മടക്കിയ നോർവേക്ക് 2ാം പകുതിയുടെ തുടക്കത്തിൽ പെനാൽറ്റി പാഴാക്കിയത് തിരിച്ചടിയാണ്. ജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കാതെയാണ് ഇറാഖിനെതിരെ സെനഗൽ കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ 4ാം മിനിറ്റിലെ ഗോളിലൂടെ ആഫ്രിക്കൻ കരുത്തർ നയം വ്യക്തമാക്കി. പിന്നാലെ 13ാം മിനിറ്റിൽ ഇറാഖ് താരം ചുവപ്പ് കാർഡ് കണ്ടു പുറത്ത്. തുടർച്ചയായി ഇറാഖ് ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറിയ സെനഗൽ 2ാം പകുതിയിൽ അടിച്ചെടുത്തത് എണ്ണം പറഞ്ഞ 4 ഗോളുകൾ. 10 പേരെ ചുരുങ്ങി ഇറാഖിനെതിരെ എതിരില്ലാത്ത 5 ഗോളിന്റെ ആധികാരിക ജയം. ഇതോടെ ഗ്രൂപ്പ് ഐയിൽ സെനഗൽ 3ാമതെത്തി. മറ്റ് മത്സരങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയാകും സെനഗലിന്റെ നോക്കൌട്ട് ഭാവി. ഹാട്രിക് നേട്ടത്തോടെ ഡെമ്പലയും ഗോൾഡൻ ബൂട്ട് പട്ടികയിലെത്തി. ഇതോടെ ഗോൾഡൻ ബൂട്ട് മത്സരവും കടുക്കുകയാണ്. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.